ബിഗ് ബോസ് മലയാളം സീസൺ 6 ആദ്യ ക്യാപ്റ്റനായി അർജുൻ ശ്യാം. ആദ്യ ക്യാപ്റ്റൻസി ടാസ്കിൽ തന്നെ കണ്ടസ്റ്റൻസിനെ മൊത്തത്തിൽ ഒന്ന് ചാർജ് ആക്കാൻ ബിഗ് ബോസിന് സാധിച്ചു. അതുപോലെ തന്നെ സീസൺ 6 ആരൊക്കെയാണ് ഒരു ഗെയിം സെൻസോടെ എത്തിയേക്കുന്നതെന്നും ആരൊക്കെയാണ് സേഫ് ഗെയിം കളിക്കാൻ കാത്തിരിക്കുന്നവരെന്നും പ്രേക്ഷകർക്ക് കറക്റ്റായി മനസ്സിലാക്കി കൊടുക്കാനും സാധിച്ചു. ക്യാപ്റ്റൻസി ടാസ്കിലൂടെ സീസൺ 6 കടന്നു വരുന്ന രണ്ട് ഗെയിമേഴ്സാണ് സിജോയും റോക്കിയും. അതിൽ മികച്ച ഗെയിം പ്ലാൻ സിജോ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അതിനെ ചുറ്റിപ്പറ്റി കളിച്ചവർ മാത്രമാണ്. ഇനി ക്യാപ്റ്റൻസി ടാസ്കിൽ അർജുൻ വിജയിച്ചതൊക്കെ നല്ലത് തന്നെ. എന്നാൽ അതുവരെയും ഇൻഡിവിജ്വലായി കളിക്കുമെന്ന് വീരവാദം അടിച്ച് നടന്ന അർജുൻ ഒരന്തസ്സും ഇല്ലാതെയാണ് ശ്രീരേഖ നൽകിയ ബോളും സ്വീകരിച്ച് ക്യാപ്റ്റനായത്. അതുവരെയും പുള്ളിക്ക് ഗ്രൂപ്പായി കളിക്കണ്ടായിരുന്നു, സ്വന്തമായി കളിച്ച് മാത്രം ജയിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അവസാന നിമിഷം ക്യാപ്റ്റൻ ആകുമെന്ന് കണ്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെയാണ് നിലപാടുകൾ അപ്പാടെ വിഴുങ്ങിയത്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ തോറ്റെങ്കിലും റോക്കിക്കും സിജോയ്ക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ കൂടി മികച്ചൊരു ഗെയിമിന്റെ ഭാഗമാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അർജുനെ സഹായിച്ച ശ്രീരേഖയല്ല താരം. ബട്ട് ശ്രീരേഖയുടെ ഒരു ഗെയിം ടെസ്റ്റിംഗ് മൊമെന്റ് ആയിരുന്നു, പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും. എന്നാൽ ബിഗ് ബോസിൽ ക്യാപ്റ്റൻ ആകുന്നതും ടാസ്കുകൾ വിജയിക്കുന്നതിലുമല്ല കാര്യം. ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്റെ അഭിനന്ദനങ്ങൾ നേടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടണം, അതിന് ടാസ്കുകൾ വിജയിക്കണമെന്നില്ല. ടാസ്കുകൾ കളിക്കുന്ന രീതിയിലും അതുപോലെ കളിപ്പിക്കുന്ന രീതിയിലുമാണ് കാര്യം. അത് വെച്ച് നോക്കുമ്പോൾ സീസൺ 6 ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സിജോ എന്നത് ആദ്യ ടാസ്കിൽ തന്നെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും സീസൺ 6 ആദ്യ ക്യാപ്റ്റൻ അർജുൻ ശ്യാമിന് അഭിനന്ദനങ്ങൾ. എന്നാൽ പേഴ്സണലി ഇൻഡിവിജ്വലായി കളിക്കൂ എന്ന നിലപാടിറക്കിയിട്ട് ആ നിലപാടുകളെ പാടെ മറന്നുകൊണ്ടുള്ള ക്യാപ്റ്റൻസി സ്വീകരിക്കൽ തീർത്തും യോജിക്കാൻ സാധിക്കില്ല. പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമന്റ് ഇടുക, അതുപോലെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.